ഇങ്ങനെയുണ്ട്. അപ്പം നമുക്കിന്ന് നമ്മുടെ ഹോസ്റ്റൽ ടൂർ ഒന്ന് കണ്ടാലോ? ഹോസ്റ്റൽ റൂമിൻ്റെ ടൂർ ഒന്ന് കാണാം. ഞങ്ങളുടെ റൂം, ഞങ്ങളുടെ ഈ ഒരു വലിയൊരു കൊട്ടാരം ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാണിച്ചു. ഇതാണ് ഞങ്ങളുടെ വിശാലമായ റൂം എന്ന് പറയുന്നത്. ഇവിടെ ഒരു 2, 3, 4 പേർക്ക് അതിവിശാലമായി നിൽക്കാനുള്ള എല്ലാ സംവിധാനവും ഉണ്ട്. പിന്നെ നമുക്ക് കയറി വരുമ്പോൾ തന്നെ അവിടെ ഒരു ചെയർ ഉണ്ട്. ഈ ഒരു ചെയർ ഇത് നമ്മുടെ രചനയിലേക്ക് ഇരിക്കാനുള്ളതാണ്. പിന്നെ അവിടെ ഒരു നമുക്ക് വേണമെങ്കിൽ ചാർജ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇവിടെ വേണമെങ്കിൽ നമുക്ക് ചാർജ് ചെയ്യാം, ഫോൺ ചാർജ് ചെയ്യാം, ഇങ്ങനെ വേറെ എന്തെങ്കിലുമൊക്കെ വേണമെങ്കിൽ ചാർജ് ചെയ്യാം. പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ നേരെ വന്ന് ഇവിടെ വരുന്നത് നമ്മളിതാ ഇവിടെ ഇരിക്കുന്നത് ഒരു ടേബിളാണ്. ഈ ടേബിളിലാണ് നമ്മൾ ഇത് മൊത്തം രചനയ്ക്ക് വേണ്ടി വാങ്ങി വെച്ച ഡെക്കറേഷൻസ് ആണ്. ഞങ്ങളിതൊക്കെ കഴിക്കും ചെയ്യുന്നത് ഈ മരുന്നില്ലാതെ ഞങ്ങൾക്ക് ജീവിക്കാൻ വയ്യ. മൂക്കുമുട്ട കഴിക്കും ചെയ്യുന്നത് ഈ മരുന്ന് കഴിക്കും. അവിടെ വെക്കും, ഇതാരും വാങ്ങരുത്, അനുകരിക്കരുത്. അങ്ങനെ ഇത് നേരെ ഇവിടെ വരുമ്പോൾ ഇത് ഞങ്ങളുടെ ഒരു ഏരിയ. ഇതാണ് ഞങ്ങളുടെ ഭയങ്കര ജ്വല്ലറി ഐറ്റംസ് ഒക്കെ വെക്കുന്ന ഒരു ഏരിയ. ഇതിൻ്റെ പെണ്ണുകളൊക്കെ ഉണ്ട്, എന്തെങ്കിലും ഭംഗിക്ക് വേണ്ടി വെച്ചതാണ്. ഇതിലാണ് ഗൈസ് ഞാൻ ചായ കുടിക്കുന്നത്. ഡയറ്റ് ആയത് കൊടുത്ത ചായ അധികം കുടിക്കാറില്ല. ഇത് നമുക്ക് ഇവിടെ തന്നെ വെക്കാം. പിന്നെ ഇത് ഞങ്ങളുടെ സഞ്ജയിക പെട്ടിയാണ്, സഞ്ജയിക ബോക്സ് ആണ്. ഞങ്ങൾ എല്ലാ ദിവസവും നിങ്ങൾ ചില്ലറൊക്കെ ഇട്ട് വെക്കും. എന്നിട്ട് എന്തിനാ എല്ലാം ഞായറാഴ്ച പോയി പുട്ടടിക്കാൻ വെച്ചു. പക്ഷേ അതിന് രജനീശിക്ക് കിട്ടില്ല, ഞാൻ തന്നെ എടുത്ത് വീട്ടിൽ ഞാൻ ആരും കൊടുക്കാറില്ല. അതവിടെ വെച്ചു. ഈ ഓട്ടോ അടച്ച് വെച്ചില്ലെങ്കിൽ ഇതിന് പൈസ പോകും. അതുകൊണ്ടാണ് ഇവിടെ അടച്ച് വെക്കുന്നത്. പിന്നെ ഇത് കഴിഞ്ഞതിൻ്റെ 2 ജ്വല്ലറി ബോക്സ് ആണ്. ഈ ജ്വല്ലറി ബോക്സിൽ എന്തൊക്കെ ഐറ്റംസ് ഉണ്ട് എന്നുള്ളത് ഞാൻ എന്ത് ചെയ്യാം അടുത്ത ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാണ് ഗൈസ് എൻ്റെ എന്താ പറയുക സപ്രപഞ്ചം. എന്താ പറയുക ഇവിടെ ഞാൻ ഇങ്ങനെ നല്ല സുഖമായിട്ട് കിടക്കുന്ന ഇതെന്നെ എനിക്ക് പണി. വരിക കിടക്കുക, പിന്നെ ഇതാണ് ഞങ്ങളുടെ വാർഡ്രോബ് ഗൈസ്. ഇയാള് മാത്രം എലി തുടങ്ങിയ സാധനങ്ങൾ കൊണ്ട് കയറാൻ വേണ്ടി ഇതിലൂടെ രജനീച്ചിന്റെ വിഭാഗമാണ്. അപ്പൊ ഇത് തുറക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതാണ് ഇത് ഞാൻ നിങ്ങൾ വീഡിയോക്ക് വേണ്ടി ഒരുക്കി വെച്ചതല്ല, ഞാൻ ഓൾറെഡി ഇങ്ങനെയാണ് കണ്ടാൽ നിങ്ങൾ ഞെട്ടും ഗൈസ്. ഇതൊക്കെയാണ് ഇത് പറയുന്നത്. ഇതിൻ്റെ എന്താ പറയുക, ഞാൻ ഓരോ സെക്ഷൻ ആയിട്ടാണ് ഡ്രസ്സുകളൊക്കെ അടുക്കി പെറുക്കി വെക്കുക. ഇത് സാരി ഐറ്റംസ് ആണ്. പിന്നെ അതിലേക്ക് അത് ബ്ലൗസും പിന്നെ നല്ല ചുരിദാർ ഷോൾ വിത്ത് ഷോളുള്ള ചുരിദാറുകൾ ഞാൻ ഇവിടേക്ക് വെക്കുക. പിന്നെന്താ ഇത് ഡെയിലി യൂസിനൊക്കെ ഇടുന്ന നമ്മുടെ മീഷോ ക്രോപ്പ് ടോപ്പുകളും ഗൗണുകളൊക്കെയാണ്. ഇത് കറുപ്പ് അതായത് ബ്ലാക്ക് പാൻറ്റുകൾ മൊത്തം ഇതിലാണ് വരിക. കാരണം എനിക്ക് ഒരുപാട് ബ്ലാക്കിനോട് ഇഷ്ടമുള്ളതുകൊണ്ട് തന്നെ തിരയാൻ വയ്യ, അതുകൊണ്ടാണ്. പിന്നെ ജീൻസ് ഐറ്റംസ് ഇവിടെ, അതായത് പാൻറ്റ് ഐറ്റംസ് ഒക്കെ ഇവിടെ. ഇത് ടോപ്പുകളാണ്, കുറച്ച് ടോപ്പുകൾ അലക്കിയിട്ടിരിക്കുകയാണ്, അതുകൊണ്ടാണ് ഇവിടെ കാലിയായിരിക്കുന്നത്. എനിക്ക് ഇഷ്ടം പോലെ ടോപ്പുകളുണ്ട്. പിന്നെ ഇതെന്താ ഇത് നമ്മൾ ഡെയിലി യൂസിന് വീട്ടിലൊക്കെ ഇടുന്ന ഐറ്റംസ് ആണ്. പിന്നെ അപ്പം അത്രയൊക്കെ ഉള്ളൂ. എൻ്റെ വാർഡ്രോബിൽ ഇത്രയേ ഉള്ളൂ. വേറെ വെട്ടി ഉണ്ടായിരുന്നു, അതൊക്കെ നോക്കി വിറ്റു. വേറെ വഴി ഉണ്ടായിരുന്നില്ല. പിന്നെ അതൊക്കെ ജ്വല്ലറി ബോക്സിൽ ഉള്ളതാണ് കേട്ടോ. ഇതൊക്കെ കുപ്പിയോളെ ശേഖരമാണ്. ഇതൊക്കെ കാണിക്കാം കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞു. പിന്നെ അതിൻ്റെ ഇത് ഇവിടെ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും വെക്കാം. ഒരു വലിയ ബോക്സിലാക്കി എന്തൊക്കെ സാധനം നിങ്ങൾക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന ഒരു അലമാരയുടെ മുകളിൽ എന്ന് പറയുന്നത് ഇതിൻ്റെ മകൻ്റെ വയലിനാണ്. ആളിപ്പോൾ വയലിൻ പഠനം നിർത്തിയത് കൊണ്ട് ഞങ്ങൾ ഇങ്ങനെ ഷോക്കി വെച്ചതാണ്. പക്ഷേ അത് പുറത്ത് വെക്കാൻ ഞാൻ പൊടിയുള്ളതുകൊണ്ട് ഇനി ഞാൻ വയലിൻ പഠിക്കാൻ പോകുമ്പോൾ അതിട്ട് പുറത്ത് വെക്കും. അപ്പോൾ അത് കാണിച്ചു. പിന്നെ ഇതാണ് ഞങ്ങളുടെ അടുത്ത സ്പേസ് എന്ന് പറയുന്നത്. ഇതാണ് ഞങ്ങളുടെ വാഷ് സ്പേസ്. പല്ല് തേക്കുന്നത് രജനീച്ച് ഇവിടെ നിന്നിട്ടാണ് പല്ല് തേക്കുക. 2 മണിക്കൂറാണ് ഗൈസ് പല്ല് തേക്കാൻ വേണ്ടത്. ഇവിടെ നിന്ന് ഇങ്ങനെ പല്ല് തേക്കും. അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് ഇവിടെ ഡ്രസ്സൊക്കെ ഇടാം. പക്ഷേ ഞങ്ങളങ്ങനെ ഭയങ്കര വൃത്തിയിൽ കൊണ്ടുവരുന്ന ആളുകളാണ് ഞങ്ങൾ. അതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ ഇവിടെ വാരി പരത്തിയിരുന്ന പരിപാടി ഞങ്ങൾക്കില്ല. ഞങ്ങളുടെ റൂമിനെ കുറിച്ച് അഭിപ്രായം പറയണം. എത്ര ആൾക്കാർ ഹോസ്റ്റലിൽ ഉണ്ട്, അവരൊക്കെ എങ്ങനെയാണ് നടക്കുന്നതെന്നൊക്കെ നിങ്ങൾ പറയണം കേട്ടോ. ഇനിയാണ് ഞങ്ങളുടെ ബാത്റൂം കൂടെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതാണ് ഗൈസ് നമ്മുടെ ബാത്റൂം. വളരെ വൃത്തിയുള്ള ബാത്റൂമാണ് ഗൈസ്. വെള്ളം വൈദ്യുതി പാഴാക്കരുത് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇതാ വെള്ളം വൈദ്യുതി പാഴാക്കരുത്. ഡു നോട്ട് വേസ്റ്റ് വാട്ടർ ആൻഡ് കറണ്ട്. കറണ്ടിൻ്റെ സ്പെല്ലിംഗ് തെറ്റായിരുന്നു ഗൈസ്, ഞങ്ങൾ തിരുത്തിയതാണ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞതാ ഇതൊക്കെയാണ് ഞങ്ങളുടെ ഒരു ഇവിടെ നമുക്ക് ഡ്രസ്സ് വെക്കാം ഗൈസ്. ഇതാണ് ഏറ്റവും ഹൈലൈറ്റ് ഞങ്ങളുടെ ഷവർ അല്ലേ. ഇതിന് പ്രത്യേകത എന്താ വെച്ചാൽ തുറന്ന വെള്ളം വരുന്നില്ല ഗൈസ്. അതാണ് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് അധികം പ്രവർത്തിപ്പിക്കാറില്ല. പിന്നെന്താ ഇത്രയൊക്കെ ഉള്ളൂ. പിന്നെ അത് എൻ്റെ സോപ്പ് പെട്ടിയാണ് ഗൈസ്. ഇതിൻ്റെ സന്തൂർ സോപ്പ് മാത്രമേ ഉപയോഗിക്കാറുള്ളൂ. അതാണ് എൻ്റെ സൗന്ദര്യത്തിൻ്റെ രഹസ്യം. എന്നെ സന്തൂർ മമ്മി എന്നാണ് കുട്ടികളൊക്കെ വിളിക്കുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഞങ്ങളുടെ ഐറ്റംസ്. പിന്നെ ഇതിന് ഞങ്ങൾ എന്താ ചെയ്യുക, അങ്ങനെ ഇതിലാണ് ഞങ്ങളുടെ എന്താ പറയുക സോപ്പ് പൊടി, സോപ്പ് ഇങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ഞങ്ങൾ ഇതിലാണ് വെക്കാറുള്ളത്. അങ്ങനെയൊക്കെ വെച്ച് ഞങ്ങൾ അങ്ങനെ കൊണ്ടുപോകും. ഞങ്ങൾക്ക് ഇങ്ങനെ ഭയങ്കര ഇതെന്താ പറയുക, ഇതൊന്നും സ്റ്റോർ ചെയ്യാനുള്ള ബോക്സ് ഇല്ലാത്തത് കൊണ്ടും ഒരു ഷോക്കേസ് ഇല്ലാത്തത് കൊണ്ടും ഞങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ഗൈസ്. പിന്നെ ഞാനിതാണ് പഠിക്കുന്ന കുട്ടിയാണ് ഗൈസ്. എന്നെ കണ്ടാൽ പറയില്ലെങ്കിലും ഞാൻ നല്ലോണം പഠിക്കും. ഇപ്പോൾ ഞാൻ PGക്ക് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ ഒരു റൂമിൻ്റെ ഒരു അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെന്താ വേണ്ടത്?